ഹലോ ഗീസ്, ഞാൻ വീണ്ടും എൻ്റെ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് തിരിച്ച് നാട്ടിൽ പോവാണ് കേട്ടോ. നമ്മുടെ കസിൻ്റെ കല്യാണമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നാട്ടിലേക്ക് പോകുന്നത് തന്നെ. എക്സാം ആയിരുന്നു, എക്സാം കഴിഞ്ഞ് എന്നുള്ളത് വേറൊരു സത്യം. അങ്ങനെ എന്നെ വീട്ടിൽ നിന്ന് വന്ന് വിളിച്ച് ഞാൻ കസിൻ്റെ വീട്ടിൽ വന്നു കേട്ടോ. ഇവിടെ ഫുൾ കല്യാണ വൈബിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ വന്നപ്പോഴത്തേക്കും മെഹന്തി ആർട്ടിസ്റ്റൊക്കെ എത്തി. വീട്ടിൽ ലൈറ്റ് ഇടുന്ന ആൾക്കാർ വന്നു, ആർട്ടിസ്റ്റുകൾ വന്നു. അവരുടെ പണി അവർ പെട്ടെന്ന് തുടങ്ങി കേട്ടോ. മെഹന്തി ഇടുന്നത് കുറച്ച് ടൈം എടുത്തിട്ടുള്ളൊരു പ്രോസസ്സാണെന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ ബ്രൈഡിൻ്റെ പേര് റൈസ ഫാത്തിമ എന്നാണ്. നമ്മൾ മാളു എന്ന് വിളിക്കും. അവളും ഒരു മെഹന്തി ആർട്ടിസ്റ്റാണ്. അവളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അവളുടെ കല്യാണത്തിന് നമുക്കിങ്ങനെ രണ്ട് കൈയും നീട്ടി ഇരുന്ന് കൊടുക്കണം എന്നൊക്കെയുള്ള ആ ഒരു ആഗ്രഹമാണ് ഇവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ വൈകുന്നേരം പുറത്തേക്കൊന്ന് ലൈറ്റൊക്കെ ഇട്ട് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പോഴാണ് ആ ഒരു കല്യാണം വൈബ് അടിച്ചത്. അത് നമ്മൾ ഉള്ളിലേക്കൊക്കെ തിരിച്ചു കയറി വന്നപ്പോഴത്തേക്കും ഇവർ മൈലാഞ്ചൊക്കെ ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഇത് കോട്ടയം ബേസ് ചെയ്തിട്ടുള്ള മെഹന്തി ആർട്ടിസ്റ്റാണ് കേട്ടോ. മെഹന്തി ആർട്ടിസ്റ്റ് കോട്ടയം എന്നാണ് ഇവർ ഇൻസ്റ്റ പേജ്. കാക്കയൊക്കെ വെളുക്കുമ്പോൾ ഞാൻ നേരം വെളുക്കുമ്പോൾ കാക്കനൊക്കെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ അവരെ യാത്ര അയച്ചിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറി നമ്മുടെ ബ്രൈഡിന് ഉമ്മച്ചി ചോറൊക്കെ വാരി കൊടുക്കുന്നു. ഇതൊരു കല്യാണ വീട്ടിലെ മെയിൻ പരിപാടിയാണല്ലേ, മെഹന്തി ഇട്ടിരിക്കുന്ന പെണ്ണിനെ ചോറ് വാരി കൊടുക്കുക. അതൊക്കെ കണ്ട് നമ്മളിതേ കുറച്ചൊരു ആൽബമൊക്കെ കണ്ട് എല്ലാവരും സംസാരിച്ചിരുന്നു. നെക്സ്റ്റ് ഡേ ആണ് മെഹന്തിയുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ഓഡിറ്റോറിയം വന്നു കേട്ടോ. അപ്പോഴത്തേക്കും ചെറുക്കനും ചെറുക്കൻ്റെ സിസ്റ്റേഴ്സ് ഫാമിലി എല്ലാവരും വന്ന് ഹാമ്പേഴ്സും കാര്യങ്ങളൊക്കെ തന്നു. എന്നിട്ട് അവർ തിരിച്ച് ഫുഡ് കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ പോയ സമയത്ത് നമ്മളുടെ സൈഡിൽ നിന്നുള്ള ആൾക്കാരെല്ലാവരുടെ സ്റ്റേജിൽ കയറി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് താഴെ പോയി കേട്ടോ. ഒത്തിരി ലേറ്റ് ആയിരുന്നു. അപ്പോഴത്തേക്കും ഫുഡൊക്കെ തീർന്നു തുടങ്ങി. പക്ഷെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ആസ്വദിച്ച് കഴിക്കാനുള്ള സമയം ആർക്കും കിട്ടിയില്ല. അങ്ങനെ നേരെ വീട്ടിൽ തിരിച്ച് വന്ന് ഡ്രസ്സൊക്കെ മാറ്റി. പിന്നെ നമ്മൾ കസിൻസ് എല്ലാവരോടും ഒരു റീയൂണിയൻ പോലെ എല്ലാവരും കുറേ നാളിന് ശേഷം കാണുന്നതായതുകൊണ്ട് കുറേ നേരം വൈബ് അടിച്ച് സംസാരിച്ചൊക്കെ അവിടെ ഇരുന്നു. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ. ബൈ.